ഹലോ, ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ നടത്തിയ പണ ഇടപാടുകളുടെയും കോൺവെർസേഷനുകളുടെയും ഡീറ്റെയിൽസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് മീ അബ്ദുൽ റഷീദ്. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ സ്ഥിരമായി ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അല്പം അനോയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഇതിന് മുമ്പ് നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ പേയുടെ ഫസ്റ്റ് വിൻഡോയിൽ തന്നെ വന്നു നിൽക്കും. നിലവിൽ നമുക്ക് ഗൂഗിൾ പേയുടെ ഉള്ളിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമല്ല. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ ആപ്പിനുള്ളിൽ മെസ്സേജുകൾ മറ്റൊരാൾക്ക് അയക്കാനുള്ള സംവിധാനവും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള പണ ഇടപാടുകളുടെയും നമ്മൾ നടത്തിയിട്ടുള്ള ചാറ്റുകളുടെയും ഡീറ്റെയിൽസ് ഗൂഗിൾ പേ ആപ്പിൽ നിന്ന് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനിയും നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലഭ്യമാണ്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ മൈ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. വെൽക്കം ടു മൈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളിതിൽ ലോഗിൻ ചെയ്യണം, സൈൻ ഇൻ ചെയ്യണം. നമ്മുടെ മെയിൽ ഐ ഡിയും അതേപോലെ പാസ്വേഡുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ ഏത് മെയിൽ ഐ ഡിയാണോ കൊടുത്തിട്ടുള്ളത് അതേ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മളിവിടെ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ പേയിലുള്ള മെയിൽ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇടതുവശത്തായിട്ട് കാണാം ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതിൽ നമുക്ക് എൻട്രീസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കസ്റ്റമായിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 day ബിഫോറൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഡേറ്റിലെ ആക്ടിവിറ്റി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ താഴെ ഏത് ഡേറ്റിലെ ആക്ടിവിറ്റി ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഡേറ്റ് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കലണ്ടർ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളതിൽ ഏത് ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആപ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഏത് ആപ്പിലെ ഇൻഫോ ആണോ ഏത് ആക്ടിവിറ്റി ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ആപ്പിൻ്റെ പേര് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ പേ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയും കാണാം. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് വിൻഡോയിൽ തന്നെ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ ഗൂഗിൾ പേയിൽ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസൊക്കെ ഇതേപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിൽ ഡീറ്റെയിൽസ് കാണാം. അതിന് താഴെ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ കാണാം. ആ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡിലീറ്റ് ആയി. ഇപ്പോൾ ഇടതുവശത്ത് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നത് കാണാം. ഞാൻ സെലക്ട് ചെയ്ത ആ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഗൂഗിൾ പേയിൽ നിന്നും ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ കാണാൻ സാധിക്കില്ല. ഇതാണ് ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ രീതി. ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഗൂഗിൾ പേയിൽ നടത്തിയിട്ടുള്ള ചാറ്റുകളെല്ലാം ഡിലീറ്റ് ആയി കിട്ടും. ഇങ്ങനെ നമുക്ക് ഗൂഗിൾ പേയിലെ ആക്ടിവിറ്റി മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ഗൂഗിൾ ആപ്പിലെയും നമ്മുടെ ആക്ടിവിറ്റി ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് ആപ്സിൻ്റെ നെയിംസ് കാണാം. ഏത് ആപ്പിലെ ഇൻഫോ ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ പേയിലെ ട്രാൻസാക്ഷൻസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്.